ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിസ്എഗ്രിമെൻറ്റ് എറ്റിക്കറ്റ്. എന്താ അത് ഡിസ്എഗ്രിമെൻറ്റ് എറ്റിക്കറ്റോ? ഒന്നുമില്ല, റെസ്പെക്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. അതായത് നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് മറ്റുള്ളവരായിട്ട് ഡിസ്എഗ്രിമെൻറ്റ് എന്തായാലും ഉണ്ടാവാം. എല്ലാ കാര്യവും യെസ് 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 എന്ന് പറയാൻ പറ്റില്ല, റൈറ്റ്? പക്ഷെ ആ ഡിസ്എഗ്രിമെൻറ്റിലും നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നതാണ് ഡിസ്എഗ്രിമെൻറ്റ് എറ്റിക്കറ്റ്സ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഡിസ്എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും ലോവർ യുവർ വോയിസ്, ഓക്കെ? പിന്നെ ആ ഡിസ്എഗ്രിമെൻ്റ് ആ മനുഷ്യനോടല്ല, മനസ്സിലാക്കണം. നമുക്കൊരു ഡിസ്എഗ്രിമെൻ്റ് ഉണ്ട്, അത് ആ മനുഷ്യനോടല്ല. എന്തിനോടാണ്? ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനോടാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു പോയിന്റിലാണ് നമുക്ക് ഡിസ്എഗ്രിമെൻ്റ് ഉള്ളത്. അതെപ്പോഴും ഓർമ്മിക്കാം, ഓക്കെ? അപ്പോൾ യുവർ ക്യാരക്ടർ ഇസ് ആക്ച്വലി ടെസ്റ്റഡ് വെൻ യു ആർ റിയലി ആംഗ്രി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് പോസ് ചെയ്യാം, ചിന്തിക്കുക, എന്താണ് ഞാൻ സംസാരിക്കുന്നത്? ഇത് ഞാൻ സംസാരിച്ച മറ്റേ ആൾക്ക് ഹേർട്ട്ഫുൾ ആകുന്നുണ്ടോ? ഇത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് കറക്റ്റ് ആളോടല്ലേ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു ചിന്ത ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്താൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും.